LP സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സർഗക്ഷേത്ര 89.6 FM ഒരുക്കുന്ന ശിശുദിന പ്രസംഗ മത്സരം. വിഷയം എന്റെ ചാച്ചാജി. Myself Karthik Mahadev. I am studying in Kuriakose Elias English Medium School, Mananam. ഏവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആദ്യമായി എല്ലാവർക്കും എൻ്റെ ശിശുദിന ആശംസകൾ നേർന്നുകൊള്ളുന്നു. ശിശുദിനം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ചിത്രമുണ്ട്. ചുവന്ന റോസാപ്പൂവ് നെഞ്ചിലേറ്റിയ നെഹ്റുവിൻ്റെ ചിത്രം, നമ്മുടെ ചാച്ചാജിയുടെ മുഖം. നവംബർ 14 കുട്ടികളെ ഏറെ സ്നേഹിച്ചിരുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ നെഹ്റുവിൻ്റെ ജന്മദിനം. അതെ, 1889 നവംബർ 14 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ഇതേ ദിവസം നാം ശിശുദിനമായി ആചരിക്കുന്നു. അദ്ദേഹം കുട്ടികൾക്ക് ആരായിരുന്നു? കരുതലും സ്നേഹവും പകുത്തു നൽകി കുട്ടികളുടെ ഹൃദയം കവർന്ന പ്രധാനമന്ത്രി. തൻ്റെ ഹൃദയത്തോട് ചേർന്ന് ഇടതു നെഞ്ചിൽ കരുതിയിരുന്ന റോസാപ്പൂവ് എന്നും നമുക്ക് വേണ്ടിയുള്ളതായിരുന്നു. ഹൃദയത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹം അത് നമുക്ക് സമ്മാനിച്ചിരുന്നു. അപ്പോൾ കുട്ടികളായ നാം അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു ചാച്ചാജി എന്ന്. അതെ, എൻ്റെ ചാച്ചാജി, നമ്മുടെ ചാച്ചാജി. പ്രധാനമന്ത്രി എന്നതിലുപരി അദ്ദേഹം എഴുത്തുകാരനും ചിന്തകനും പ്രഭാഷകനുമായിരുന്നു. അദ്ദേഹത്തിലെ ഉയർന്ന ചിന്തകൻ ഇന്ത്യയോട് ഉറക്കെ പറഞ്ഞത് ഇതാണ്: ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യ. ചാച്ചാജി സ്വപ്നം കണ്ട ആ ഇന്ത്യയിലേക്ക് നാം എത്തണമെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസവും അവകാശങ്ങളും സംരക്ഷിക്കപ്പെടണം. അതിനായി കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളും ചൂഷണങ്ങളും തടയപ്പെടണം. ലഹരിക്കെതിരെ നാം പോരാടുമ്പോൾ, വിദ്യാഭ്യാസത്തിനു വേണ്ടി വാദിക്കുമ്പോൾ, ചൂഷണത്തിനിരയായ കുട്ടികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുമ്പോൾ നെഹ്റു വിഭാവനം ചെയ്ത ആ ഇന്ത്യയാണ് നമ്മൾ പടുത്തുയർത്തുന്നത്. ഇന്ത്യയുടെ ഭാവി ഞങ്ങളിലാണ്. ഞങ്ങളുടെ ഭാവി മുതിർന്നവരായ നിങ്ങൾ ഓരോരുത്തരിലുമാണ്. അഭിമാനത്തോടെ ജീവിക്കാനുള്ള കുട്ടികളുടെ അവകാശങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ശിശുദിനവും കടന്നു പോകുന്നു. ചാച്ചാജി ആഗ്രഹിച്ച് ആ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ശിശുദിന ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. LP സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സർഗക്ഷേത്ര 89.6 FM ഒരുക്കുന്ന ശിശുദിന പ്രസംഗ മത്സരം.